ബാക്ക് ടു പിക്കാച്ചു ഗെയിമിംഗ് 124. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഗ്യാരേജ് അങ്ങോട്ട് കാണിച്ചാൽ. അപ്പോൾ ഒരാൾ കമൻറ്റ് ഇട്ടിരുന്നു കേട്ടോ, ഗ്യാരേജ് കാട്ടോന്ന് ചോദിച്ചോണ്ട്. അവർ ചോദിച്ചത് എന്താ FR Legend അക്കൗണ്ടിൽ ചോദിച്ചത്. പക്ഷേ എൻ്റെ ഒരു FR Legend ഇല്ല, അതിപ്പോൾ ഡിലീറ്റായി. അപ്പോൾ പിക്സൽ റേസർ അത്രേ ഉള്ളൂ. നമുക്ക് എൻ്റെ ഗ്യാരേജിലോട്ട് പോവാം. ഇതാണ് എൻ്റെ ഗ്യാരേജ്. ഒരു Supra Mark 4, ഒരു Nissan GT-R, സ്കൈലൈന് R34, പിന്നെ ഒരു R35, പിന്നെ വണ്ടിയുടെ പേരറിഞ്ഞില്ല. ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയതാണ്. ഈ 3 വണ്ടികളും ഇപ്പോൾ ഏറ്റവും കൂടുതൽ പവറുള്ള വണ്ടി ഇതാണ്. നമുക്കിൻ്റെ ഈ വണ്ടിയുടെ ഒക്കെ എഞ്ചിൻ്റെ കാര്യങ്ങളിലോട്ടൊക്കെ പോവാം. ഒരു വെരി മോഡിഫൈഡ് ഒരു കാറാണ്. ഈ കാർ എന്താണെന്ന് വെച്ചാൽ നോക്കിയാൽ 413 km/h ഇത് സഞ്ചരിക്കുന്നു. വണ്ടിയുടെ ലെവൽ S ആണ്. എഞ്ചിൻ 2.5 ലിറ്ററിന് പവർ 1478 HP ആണ്. വെയിറ്റ് 2351, ഗ്രിപ്പ് 1550 ആണ്. നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ഏതാണെന്ന് വെച്ചാൽ ഇത് സ്റ്റോക്ക് എഞ്ചിനായിരുന്നു. ഇതിന് 197 HP പ്രൊഡ്യൂസ് ചെയ്തു. ഇത് പുതിയതായിട്ട് വാങ്ങിച്ചാണ്. ഇതിന് 330 HP വരെ പ്രൊഡ്യൂസ് ചെയ്യുക. വെയിറ്റ് 250 കിലോ വരും. ഞാൻ വണ്ടിക്ക് പേരിട്ടുന്ന ലാൻസറിനാണ്. ഇറങ്ങിവിടാ അറിയാവുന്നത് കമൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ അലയിൽ വരുന്നത് ഇതല്ല മീറ്റേഴ്സ്. ഇതാണ് ഇതിൻ്റെ അലയിൽ വരുന്നത്. ഇതിൻ്റെ നൈട്രോ ടാങ്ക് വരെയാണെങ്കിൽ 50 HP ആണ്. പിന്നെ ഇതിൻ്റെ ടർബോ എന്ന് വെച്ചാൽ ഇതാണെന്ന് തോന്നുന്നു. ലാൻസറുടെ 23 PSI ആണ് ഒരു ടർബോ. ഇതൊക്കെ ഓരോ വണ്ടികളുടെ ഉണ്ടോ. GT-R അതിൻ്റെ ഒക്കെയാണ്. ഇത് വാങ്ങാണ്ടെന്ന് തോന്നുന്നു സ്വർണ്ണത്തിനുള്ള. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഇതല്ലേ GT-Rൻ്റെ അതാണ് ലാൻസർ. ഡ്രോപ്പ് 4-ൻ്റെ ആണ്. നമ്മുടെ ഇതിൻ്റെ ഡിസ്ക് കസ്റ്റമാണ്, വേറെയാണ്. ടയറും അതെ. പിന്നെ ഇതിൽ പെയിൻറ് മാറി അങ്ങനെ കുറേ കുഞ്ഞു കാര്യങ്ങളാണ്. അങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടോ ഞാൻ ഇവിടെ പോയാണ്. വാപ്പിച്ച് വെച്ചിട്ട് ഞാൻ അവിടെ തന്നെയാണ്. ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. നമ്മൾ വണ്ടി ഡൈനോ ടെസ്റ്റ് എടുത്തിട്ടില്ലേ, വണ്ടി കാണിച്ചിട്ട് നമുക്ക് ഡൈനോ ടെസ്റ്റ് നടത്താൻ കോസ്റ്റ് 200 രൂപ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഡൈനോ ആക്സിലേറ്റർ എടുക്കുക. അപ്പോൾ വണ്ടിയുടെ ടോട്ടൽ HP, RPM, ടോർക്ക് എല്ലാം കാണിക്കും. അത് വണ്ടി ഫ്രണ്ട് വീൽ ആക്സിലറേഷനാണ്. HP, ടോർക്ക് 569, RPM 980. ഇതാണിത് വണ്ടിയിൽ വന്നത്. ഡ്രൈവ് ഒന്ന് പോയി കാണിച്ചില്ല. നമുക്ക് ഡ്രൈവ് പോവാം. ഇത് കളിക്കുന്നില്ല. സെക്കൻഡാണ് നടക്കുന്നത്. അതാണെങ്കിൽ ഒരു വിശ്വാസമില്ല ടൂർണമെൻ്റ് ആയാൽ ജയിക്കുമെന്ന്. നമുക്ക് കളിക്കാം. ഈ റേസ് കാണിച്ചത് ആ വണ്ടികൾക്ക് ഇത്ര മാറില്ല. മനസ്സിലായി വണ്ടിയുടെ പവർ. ഇതിൽ ഫേവറേറ്റ് കാറാണ് ഈ കാറ്. നമുക്ക് എത്ര കിട്ടുന്നൊക്കെ 9,98 രൂപ കിട്ടി. 20 HP ആയി. നമുക്ക് എത്ര വിൻസ് ഉണ്ടെന്ന് ഇപ്പം അറിയട്ടെ. 36 വിൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബാക്കി വണ്ടികളിലേക്ക് പോവാം. ബാക്കി വണ്ടികളിൽ ടർബോസ് ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഗ്യാരേജിലേക്ക് ടർബോ അതിനായിട്ട് ഫിറ്റ് ചെയ്തിരുന്നു. നമ്മൾ സ്കൈലൈനിലാണ്. 27 രൂപ ടർബുണ്ട്. അത് വാങ്ങിച്ചെടുക്കാം. 17 ദിവസം ഇത് വെച്ചിട്ടുണ്ട്. സീഗ്രയുടെ ഉണ്ട്.
അടുത്തത് സുപ്ര മാർക്ക് 4. ഇതിൽ ഏറ്റവും കൂടുതൽ ചിലവാണ് ഇതിന് സുപ്ര ഇതാക്കാനാണ്. സുപ്രയും ലാൻസറും. ഫസ്റ്റ് ലാൻസറിന്, സെക്കൻഡ് സുപ്രക്ക്. ഞാൻ ലാൻസറിലുള്ള ഇതിട്ടോ ഞാൻ കാണിച്ചില്ല. ഇതും കൂടി സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ R35 സ്കിപ്പ് ചെയ്തിട്ടില്ല. നമുക്ക് നോക്കാം. R35 ഡ്രൈവ് ചെയ്യണം. ടർബോ ഇല്ല. R35 പവർ സെക്കൻഡിനാണ്. നമുക്ക് അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് റേസ് ചെയ്യുക. നമ്മുടെ ഗ്യാരേജൊക്കെ കണ്ടില്ലേ. വണ്ടിയുടെ എയർ സസ്പെൻഷൻ ഇവിടെ ചെയ്താക്കാൻ പറ്റില്ല. ശരി, വണ്ടിയുടെ പവർ അറിയാലോ. വണ്ടി കയറാൻ കുറേ നേരം എടുക്കില്ല. നമുക്ക് ബാക്കടിച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് GTRന് നമുക്കിപ്പോൾ ഒരു സ്കൂളിലേക്ക് നോക്കി നോക്കാമല്ലേ. സ്കൈലൈനിൽ വാങ്ങാനുള്ള പൈസ ഇല്ല. ഈ സാധനം വെച്ചിട്ട് ഒരു ലുക്ക് ഉണ്ടാവില്ല. ഞാൻ റോയിനും കിട്ടുള്ളൂ. എല്ലാ സ്പോയിലറും ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ട്. സ്കൈലൈനിന് പറ്റിയൊരു സ്പോയിലർ കിട്ടിയിട്ടില്ല. ഇത് വെച്ചാലാ 1,85,000 രൂപ. ഇത് 5 2 ലക്ഷം രൂപയാവും. 1,90,000. നമുക്ക് എല്ലാത്തിനും ഒരു എക്സ്പോസ് 400 ആയിരത്തിൻ്റെ 2,000 ഗുണം. 12,000 രൂപയുടെ ഒരു എക്സോസ്റ്റ് സുപ്രക്കൊക്കെ സ്കൈലൈനിലൊക്കെ പിന്നെ വാങ്ങാം. അപ്പോൾ നമ്മളുടെ സുപ്രക്ക് നമുക്ക് ഇതിനെ വെച്ചെടുക്കാം. നിങ്ങൾ സുപ്രയുടെ മാർക്ക് പറയടാ. സുപ്ര എന്ന് എഴുതിക്കൊണ്ട് അതിൻ്റെ റേറ്റിംഗ് പറയാം. 10 ഔട്ട് ഓഫ്. പിന്നെ സ്കൈലൈൻ വേണ്ട, സ്കൈലൈൻ്റെ പണി വേണ്ടിയിട്ട് നോക്കാം. സുപ്ര ഇപ്പോൾ എക്സ്റ്റീരിയർ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ സുപ്രയുടെയും R35ൻ്റെയും ലാൻസറിൻ്റെയും ലുക്ക് നിങ്ങൾ റേറ്റ് ചെയ്യണം. സുപ്ര എന്നിട്ട് 10 ഔട്ട് ഓഫ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.